പ്രോക്യാരിയോട്ടിക് കോശവും യൂക്യാരിയോട്ടിക് കോശവും തമ്മിലുള്ള വ്യത്യാസമാണ്. സിമ്പിളാണ്. അതായത് പ്രോക്യാരിയോട്ടിക് കോശം ഒരു പാവമാണെന്ന് ആലോചിക്കും. ഒരു പാവ മനുഷ്യൻ, ഒരു സാധു ചങ്ങായിയാണ് ഒരു പ്രോക്യാരിയോട്ടിക് കോശം. കാരണം അതിനെന്തില്ല, അതിന് മർമ്മമില്ല, അതിന് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് പോലും ഇല്ലടാ, ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. പക്ഷേ യൂക്യാരിയോട്ടിക്കിന് എന്തുണ്ട്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഓക്കെ സ്ഥിരാവരണമുള്ള മർമ്മമുണ്ട്. പിന്നെ മാത്രമല്ല എന്താണ് പ്രോക്യാരിയോട്ടിക് കോശത്തിൽ എന്തില്ല, കോശാംഗങ്ങൾ വളരെ കുറവാണ്, സെൽ ഓർഗനൽസ് വളരെ കുറവാണ്, ആകെ 1-2 സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ യൂക്യാരിയോട്ടിക് കോശം അങ്ങനല്ല, അതിൽ മെനി സെൽ ഓർഗനൽസാ, ഇഷ്ടം പോലെ കോശാംഗങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല ആ എല്ലാ കോശാംഗങ്ങൾക്കും വ്യക്തമായിട്ടുള്ള എന്തുണ്ട്, സ്ഥിരാവരണമുണ്ട്, വ്യക്തമായിട്ടുള്ള മെംബ്രെയിനസ് കവറിംഗ് ഉണ്ട്. പക്ഷേ പ്രോക്യാരിയോട്ടിക് കോശത്തിലാവട്ടെ അതിലുള്ള സെൽ ഓർഗനൽസിനൊന്നും എന്തില്ല, മെംബ്രെയിനസ് കവറിംഗ് ഇല്ല. പാവം, ഞാൻ പറഞ്ഞില്ലേ അതൊരു പാവം സാധു മനുഷ്യനാണ്. കോശാംഗങ്ങൾക്ക് എന്തില്ല, സ്ഥിരാവരണമില്ല. അപ്പൊ ആ ഒരു പോയിന്റുകൾ എന്താ ഓർത്ത് വെക്കുക. 3 പോയിന്റിൽ 2 പോയിന്റുകളും പഠിച്ചു വെക്കുക. പിന്നെ മാത്രമല്ല ഈ ചിത്രം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എന്റെ മുത്തുമണികൾ കമന്റ് ചെയ്യുക. ഗുഡ് ബൈ. നിങ്ങളുടെ സ്വന്തം അറക്കൽ.